ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാട്ടോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ മിന്നുവിന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള അപ്പമാണ് ആദ്യമേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ മാവ് കയറ്റി ഫ്രിഡ്ജിൽ വയ്ക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പുളിച്ചു പോകും. പുളിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പത്തിന് ഭയങ്കര പുളിയായിരിക്കും. ഇതിപ്പോൾ രാവിലെ 5:30 മിന്നുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അപ്പം കേട്ടോ, രാവിലെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മന്നയ്ക്കാണെന്നുണ്ടെങ്കിലും ചേട്ടായിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും 8 മണി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണ്. പിന്നെ കറിയായിട്ട് ഇന്നലെ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോൺ വെജ് ഒന്നും അവരുടെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ ഗ്രേവി മാത്രം ഞാൻ കൊടുത്തു വിടുന്ന കേട്ടോ. ഞാനിവിടെ എപ്പോൾ ചിക്കൻ കറി വെച്ചാലും കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടായിരിക്കും കേട്ടോ വെക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് കുഴമ്പ് പരുവത്തിൽ എന്താ പറയുക, നല്ല റോസ്റ്റ് പോലെ അങ്ങനെ എടുക്കാറില്ല. കാരണം രാവിലത്തേക്കൊക്കെ വേണമല്ലോ, അതുകൊണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ചെറുപഴം, അതേപോലെ തന്നെ കുറച്ച് കാഷ്നട്ടും കൂടി കൊടുത്തു വിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളിക്കടയിൽ പോയപ്പോൾ മേടിച്ച ചെറുപഴം കേട്ടോ, അതുകൊണ്ടാണ് നാട്ടിലെ പഴം കിട്ടിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഇതാ മിന്നു കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന കേട്ടോ. മിന്നുവിൻ്റെ വണ്ടി നേരത്തെ തന്നെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു 6:30 എല്ലാ വണ്ടിയും ഇവിടെ വന്നു പോകുന്നത്. അതായത് 6:30 മുതൽ ഒരു 6:45 വരെയുള്ള സമയം നമ്മുടെ ഈ റോഡിൽ ബസ്സിൻ്റെ തിരക്കായിരിക്കും, സ്കൂൾ ബസ്സിൻ്റെ. ആ സമയം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 മണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ റോഡ് പോലെ. പിന്നെ ഉച്ചയ്ക്ക് ഒരു 1 മണി തുടങ്ങിയിട്ടാണ് വീണ്ടും തിരക്ക് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ചെടിയൊന്ന് നനയ്ക്കലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴ കിട്ടിയിട്ടില്ല, എന്നാൽ വലിയ വെയിലും ഇല്ല. ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കൈയോടുകൂടി ആ പരിപാടി അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉറക്കച്ചടവും മാറും, അതേപോലെ തന്നെ ചെടി നനയ്ക്കലുമായി. പിന്നെ അങ്ങോട്ട് ഞാൻ ഉറങ്ങാനൊന്നും പോകില്ല കേട്ടോ. ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നടന്നോളും. ഈ ചെടി നനയ്ക്കലൂടെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തേക്കിടയ്ക്ക് ഇറങ്ങി നല്ലൊരു കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കച്ചടവൊക്കെ പൊക്കോളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മന്ന കിടന്നുറങ്ങണ കാണുമ്പോൾ എനിക്ക് കിടന്നുറങ്ങാൻ തോന്നും. അങ്ങനെ പിന്നെ മനയുടെ കൂടെ കുറച്ച് നേരം കൂടി ചിലപ്പോൾ കിടന്നുറങ്ങും. ഇതാകുമ്പോൾ പിന്നെ അതൊന്നും ചെയ്യില്ല. എൻ്റെ രാവിലത്തെ മടി മാറ്റാനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങളാട്ടോ ഇതൊക്കെ. അതെ, പിന്നെ അടുത്തതായിട്ട് വേസ്റ്റ് ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ വേസ്റ്റ് നമ്മളിവിടെ എടുത്ത് വെച്ചാൽ മതി, വണ്ടി വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. ഇങ്ങനെ ഈ വേസ്റ്റ് അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേസ്റ്റൊക്കെ എന്ത് ചെയ്തേനെ, അതൊരു വലിയ പ്രശ്നം തന്നെ ആയേനെ. പിന്നെ ചിക്കൻ കറി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കേട്ടോ. കാര്യം അപ്പോൾ ഇരിക്കുന്നുണ്ട്, എന്നാലും ഈ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ ഉള്ളപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വേറെ എല്ലാവരോടും ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ അപ്പം ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഒരു ചട്ടപ്പുട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ.